ഹായ് ഡിയവൻസ്, വെൽക്കം ടു ടൂസ് അക്കാഡമി. പരീക്ഷ കഴിഞ്ഞ് നമ്മളുടെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത് റിസൾട്ട് അറിയുന്ന ആ ഒരു മൊമെന്റ് വരെയാണുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സന്തോഷത്തോടുകൂടി ഒരു കാത്തിരിപ്പാണ് ആ എക്സാമിനേഷൻ നമ്മൾ ക്വാളിഫൈ ആയതിന്റെ സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യാനായിട്ട്. ഈ തവണത്തെ 2025 ജനുവരി മാസം നടന്ന സെറ്റ് പരീക്ഷയുടെ റിസൾട്ട് ഒക്കെ വന്നു. അപ്പോൾ പാസ്സായവര് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് സെറ്റിന്റെ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സൈറ്റും കാര്യങ്ങളും എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിലേക്കുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒന്ന് മൈൻഡിൽ കീപ്പ് ചെയ്യുക. അതായത് ഇൻസ്ട്രക്ഷൻ ഫോർ ഒബ്റ്റെയിനിങ് ദ സെറ്റ് സർട്ടിഫിക്കറ്റ് ഓഫ് ജനുവരി 2025 എന്ന് പറയുന്നത്, നിങ്ങളുടെ ആ ഒരു സൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളുടെ നമ്പർ അടിച്ച് നിങ്ങളുടെ റിസൾട്ടിൻ്റെ അതിലേക്ക് പോയി കഴിയുമ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടുക. അതിനുശേഷം നിങ്ങൾ ഫസ്റ്റത്തെ ഒരു ലിങ്ക് കണ്ടോ, ഫസ്റ്റ് ഡൗൺലോഡ് ദ ആപ്ലിക്കേഷൻ ഫോം ഫോർ സെറ്റ് സർട്ടിഫിക്കറ്റ്. അവിടെ നിങ്ങളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഒരു പെർട്ടിക്കുലർ ഫോം ഡൗൺലോഡ് ചെയ്യുക. അത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അത്യാവശ്യം ഡീറ്റെയിൽസും കാര്യങ്ങളും അതിനകത്ത് ഉണ്ടാകും. നിങ്ങളുടെ പേര്, നിങ്ങളുടെ റോൾ നമ്പർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം അതിനകത്ത് ഉണ്ടാവും. എന്നാൽ കുറച്ച് മാർക്കുകളും കാര്യങ്ങളും നിങ്ങൾ എൻറ്റർ ചെയ്യേണ്ടി വരും. നിങ്ങളുടെ PG മാർക്സ്, ഡിഗ്രി മാർക്സിൻ്റെ കുറച്ച് അഗ്രിഗേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിലത്തെ എൻറ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ ഇത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് ഫിൽ ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണ് ഓപ്റ്റ് ചെയ്തത്, നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റ് ആണ് ഓപ്റ്റ് ചെയ്തത്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇതെല്ലാം കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഫോം ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ 2-3 കാര്യങ്ങൾ അവർ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. കാൻഡിഡേറ്റ്സ് awaiting their final year results of PG or BEd need not apply for said certificate before obtaining the original or provincial certificate of PG or BEd. അതായത് അവസാന വർഷ PGയോ BEdോ വിദ്യാർത്ഥികൾ അവർ റിസൾട്ട് വരുന്നതിന് മുമ്പായിട്ട് സെറ്റ് സർട്ടിഫിക്കറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടതില്ല. നമുക്കറിയാം, റിസൾട്ട് വന്ന് വിത്തിൻ 1 ഇയറിനുള്ളിൽ നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. 2-3 മാസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ റിസൾട്ട് വരും, സർട്ടിഫിക്കറ്റ്സ് കിട്ടുന്നുണ്ടെങ്കിൽ വെയിറ്റ് ഫോർ ദാറ്റ്. പിന്നെ കാൻഡിഡേറ്റ്സ് ദോസ് ഹു ഹാവ് അപ്ലൈഡ് ഫോർ സെറ്റ് എക്സാമിനേഷൻ വൈൽ ദേ ആർ ഇൻ ദ ഫസ്റ്റ് ഇയർ ഓഫ് PG ഓർ BEd കോഴ്സ് ആർ നോട്ട് എലിജിബിൾ ടു അപ്ലൈ ഫോർ സെറ്റ് സർട്ടിഫിക്കറ്റ്. നിങ്ങൾ സെറ്റ് എക്സാം പാസ്സായാൽ പോലും നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഡിഗ്രിയുടെയോ PGയുടെയോ 1-ാം വർഷ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ എലിജിബിൾ അല്ല എന്നുള്ളതാണ്. Final year PG or BEd candidates have to submit a declaration duly signed by the head of the institution. Final year പഠിക്കുന്ന PG BEd വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുന്നതിനൊപ്പം തന്നെ അവരുടെ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സബ്മിറ്റ് ചെയ്ത ഒരു സൈൻ ചെയ്ത ഒരു ഡിക്ലറേഷൻ ഫോമും കൂടി സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഡിക്ലറേഷൻ ഫോം നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോം ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയുള്ളത് നമ്മൾ അതിൻ്റെ കൂടെ വെക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾ നോക്കാം, ലിസ്റ്റ് ഓഫ് എൻക്ലോഷേഴ്സ്, റിലവൻറ്റ് പേജ് ഓഫ് SLC ബുക്ക് ടു പ്രൂവ് നെയിം ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത്. അവിടെ ആ കോപ്പീസ് ഓഫ് ഡോക്യുമെന്റ്സ് അറ്റസ്റ്റഡ് ബൈ എ ഗസറ്റഡ് ഓഫീസർ. ഈ പറയുന്ന കോപ്പീസ് എല്ലാം ഒരു ഗസറ്റഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്തതായിരിക്കണം നിങ്ങളുടെ SLC ബുക്കിന്റെ പേജ്. രണ്ടാമത്തത് സർട്ടിഫിക്കറ്റ്, അത് പ്രൊവിൻഷ്യൽ അല്ലെങ്കിൽ ഒറിജിനൽ, അതിൻ്റെ കൂടെ മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഗ്രേഡ് ഷീറ്റ് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി എക്സാമിനേഷൻ. അപ്പം നിങ്ങൾ ഓർക്കുക, 4 സെമസ്റ്ററാണ് നമ്മുടെ PG കോഴ്സ് എന്ന് പറയുന്നത്. അപ്പം 4 ഗ്രേഡ് കാർഡ് കിട്ടും, പ്ലസ് ഒരു പ്രൊവിൻഷ്യൽ അല്ലെങ്കിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, അപ്പം 5 എണ്ണം. അതുപോലെ സർട്ടിഫിക്കറ്റ് ഓഫ് BEd ഡിഗ്രി, അതിൻ്റെയും മാർക്ക് ഷീറ്റ്സ് വേണം. അപ്പോൾ BEd 2 വർഷ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് 4 സെമസ്റ്ററാണ് പ്ലസ് ഒരു ഒറിജിനൽ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഡിഗ്രിയും PGയും BEdും കൂടിയിട്ട് ഏകദേശം 10 എണ്ണം വന്നു, പ്ലസ് ഒരെണ്ണം നിങ്ങളുടെ SLC ബുക്കിന്റെ റെലവൻറ്റ് ആയിട്ടുള്ള പേജ്. അതുപോലെ recognition and equivalency certificate in case of candidates who have passed their qualifying examination from the universities outside Kerala. കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നാണ് നിങ്ങൾ ഡിഗ്രിയോ BEdോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ടുള്ളതെങ്കിൽ അവരുടെ ഇക്വലൻസി പ്രൂവ് ചെയ്ത സർട്ടിഫിക്കറ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അതുപോലെ പ്രോസ്പെക്ടസ് 2.2 പറഞ്ഞിട്ടുള്ള ക്ലോസ് പ്രകാരമുള്ള വിഷയങ്ങളല്ല നിങ്ങൾ എടുത്തിട്ടുള്ളെങ്കിൽ അതിനും നിങ്ങൾ ഡിക്ലറേഷൻസ് വെക്കേണ്ടി വരും. പിന്നെ ഡിസേബിലിറ്റീസ് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സും വെക്കേണ്ടി വരും. ഇതിൻ്റെ എല്ലാം കോപ്പീസ്, സർട്ടിഫിക്കറ്റ്സിന്റെ കോപ്പീസ് അറ്റസ്റ്റ് ചെയ്ത് വെച്ചാൽ മതിയാകും. എന്നാൽ ഇനി പറയുന്നവരുടെ ഒറിജിനൽസ് ആണ് വെക്കേണ്ടത്. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, SC ST
കാൻഡിഡേറ്റ്സിനാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, OBC കാൻഡിഡേറ്റ്സിനാണെങ്കിൽ നോൺ ക്രീമിയൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ ഡിക്ലറേഷൻ ഫോം. നിങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ ഫൈനൽ ഇയർ PG അല്ലെങ്കിൽ BEd വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സൈൻ ചെയ്തിട്ടുള്ള ഡിക്ലറേഷൻ ഫോം. ഇതിൻ്റെ എല്ലാം തന്നെ നിങ്ങൾ ഒറിജിനൽ ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അതുപോലെ നിങ്ങളുടെ നോൺ ക്രീമിയൽ സർട്ടിഫിക്കറ്റ് 2023 9-ാം മാസത്തിനും 2024 നവംബർ മാസത്തിനും ഇടയിലുള്ളതായിരിക്കണം. ഇത് വെച്ചു. ഇനി നിങ്ങൾ വെക്കേണ്ടത് ഒരു സെൽഫ് അഡ്രസ്ഡ് A4 സൈസ് ക്ലോത്ത് എൻവലപ്പ്. ആ സെൽഫ് അഡ്രസ്ഡ് എന്ന് പറയുമ്പോൾ ആ കവറിന് പുറത്ത് നിങ്ങളുടെ അഡ്രസ്സ് എഴുതിയിട്ട് അതിനകത്ത് 40 രൂപയുടെ ഒരു പോസ്റ്റൽ സ്റ്റാമ്പും കൂടി ഒട്ടിക്കുക. ആ കവറിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അവർ അയച്ചു തരിക. ഇത് എല്ലാം കൂടി ഒരു വലിയ കവറിലിട്ടിട്ട് വേണം LBSലേക്ക് നിങ്ങൾ സെൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ LBSലേക്ക് അയക്കേണ്ട അഡ്രസ് ആണ് ഡയറക്ടർ LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി, എക്സ്ട്രാ പോലീസ് റോഡ്, നന്ദവനം, പാളയം, തിരുവനന്തപുരം 695033. അതുപോലെ നിങ്ങൾ ഓർക്കുക, സെറ്റ് സർട്ടിഫിക്കറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് അവർ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ഡേറ്റ് മുതൽ വിത്തിൻ 2 months അവർ ഡോക്യുമെന്റ്സ് എല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങളുടെയിലേക്ക് അയച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഒരു ഓഫീസ് അവേഴ്സിൽ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സൈറ്റിൽ തന്നെ. അപ്പോൾ അധികം സമയം കളയാണ്ട് എത്രയും വേഗം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ കരസ്ഥമാക്കിക്കോളുക. താങ്ക് യു സോ മച്ച്.